നമസ്കാരം. ഫാം ഇൻഫോർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് RS സായി പൗർണമി. കർഷക സേവനങ്ങൾ വേഗത്തിലാക്കാൻ കർഷക രജിസ്ട്രി. കൃഷിക്കുള്ള ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഘട്ടങ്ങളിലൊന്നാണ് കർഷക രജിസ്ട്രി. കർഷക രജിസ്ട്രി പ്രവർത്തനക്ഷമമാക്കുന്നതിന്റെ ഫലമായി സർക്കാർ പദ്ധതികൾ വേഗത്തിലും സുതാര്യമായും കർഷകർക്ക് ലഭ്യമാകുന്നു. കൂടാതെ പേപ്പർ രഹിതവും സുഗമവുമായുള്ള വിള വായ്പകൾ, തടസ്സങ്ങളില്ലാതെയുള്ള വിള സംഭരണം തുടങ്ങിയവ കർഷകർക്ക് ഗുണകരമായ രീതിയിൽ ലളിതവത്കരിക്കുന്നതിനായുള്ള കർഷക കേന്ദ്രീകൃത ഡിജിറ്റൽ പരിഹാരങ്ങൾ വികസിപ്പിക്കാൻ കർഷക രജിസ്ട്രി സഹായിക്കും. കേരളത്തിലെ PM കിസാൻ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ 30 ലക്ഷം കർഷകരെ കർഷക രജിസ്ട്രിയുടെ ഭാഗമാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിലൂടെ സമർപ്പിക്കുന്ന കർഷകരുടെ വിവരങ്ങൾ ഉപയോഗിച്ച് ദേശീയ തലത്തിൽ ജനറേറ്റ് ചെയ്യുന്ന ഒരു കർഷക ID കർഷകർക്ക് ലഭ്യമാകുന്നു. ഇതുപയോഗിച്ച് കർഷകർക്ക് ഭാവിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളിലെ ആനുകൂല്യങ്ങൾ മറ്റ് രേഖകളൊന്നും കൂടാതെ തന്നെ സുതാര്യമായും കാര്യക്ഷമമായും വേഗത്തിലും ലഭ്യമാകും. കർഷക രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട് കൃഷിഭവനിൽ നിന്നും അറിയിപ്പ് ലഭിച്ചാൽ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന്റെ കർഷക രജിസ്ട്രി ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്ത് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഫോണിൽ വരുന്ന OTP നൽകി ആധാർ കാർഡ്, തങ്ങളുടെ കൃഷിഭൂമി സംബന്ധിച്ച വിവരങ്ങൾ, കരമടച്ച രസീത് എന്നിവയുമായി ഒത്തുനോക്കി ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ 2024 ഡിസംബർ, 2025 ജനുവരി മാസങ്ങളിൽ പൂർത്തിയാക്കുവാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കർഷകർക്ക് കർഷക രജിസ്ട്രിയിൽ വിവരങ്ങൾ ചേർക്കുന്നതിന് സ്വന്തമായി സാധ്യമല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ സെന്ററിന്റെയോ കോമൺ സർവീസ് സെന്ററിന്റെയോ കൃഷിഭവന്റെയോ സഹായം തേടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 1800 425 1661 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 0471 230 9122 അല്ലെങ്കിൽ 230 3990 അല്ലെങ്കിൽ 296 8122 എന്നീ ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളിലോ വിളിക്കേണ്ടതാണ്. കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്തും കർഷക രജിസ്ട്രി ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാല വിജ്ഞാപന വ്യാപന ഡയറക്ടറേറ്റ് 2024 നവംബർ 27 രാവിലെ 11 മണിക്ക് വിളപരിപാലന ശുപാർശകൾ 2024 കോൾ നിലങ്ങളുടെ അറ്റ്ലസ് എന്ന പുസ്തക പ്രകാശനം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ലയം ഓഡിറ്റോറിയം അസംബ്ലി അനക്സ് 2 വച്ച് കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് നിർവഹിക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും റവന്യൂ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് K. രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. കേരള കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B. അശോക് IAS ചടങ്ങിൽ സന്നിഹിതനായിരിക്കും. പന്നിപ്പനിക്കെതിരായുള്ള കുത്തിവയ്പ് നവംബർ 26, 27 തീയതികളിൽ സംസ്ഥാനമൊട്ടാകെ നടത്തുന്നു. പ്രസ്തുത വാക്സിനേഷൻ എല്ലാ മൃഗാശുപത്രികൾ മുഖേന നടപ്പിലാക്കുന്നു. പന്നി വളർത്തുന്ന കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ വാഴ കർഷകർക്കായി കയറ്റുമതി അധിഷ്ഠിത കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കുന്നു. കൃഷിപ്പണികൾക്കും ഹെക്ടറിന് 35,000 രൂപ സഹായം നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471 2330 857. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാപന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്റർ മണ്ണുത്തിയിൽ ശുദ്ധജല മത്സ്യകൃഷി എന്ന വിഷയത്തിൽ 28/11/2024 പരിശീലനം സംഘടിപ്പിക്കും. 550 രൂപയാണ് ഫീസ്. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ 0487 237 0773 എന്ന ഫോൺ നമ്പറിൽ 26/11/2024 മുൻപായി ബന്ധപ്പെടുക. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിലെ അഗ്രോണമി അഥവാ സോയിൽസ് ഡിവിഷനിൽ അനലിറ്റിക്കൽ ട്രെയിനിയെ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തുന്നു. അപേക്ഷകർക്ക് രസതന്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും ഉണ്ടായിരിക്കണം. 2024 നവംബർ 30 30 വയസ്സ് കവിയരുത്. താൽപ്പര്യമുള്ളവർ കോട്ടയത്ത് പുതുപ്പള്ളിയിൽ ഇന്ത്യൻ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ഡയറക്ടർ മുമ്പാകെ 2024 നവംബർ 26 രാവിലെ 9:30 വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനായുള്ള ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക്
www.rubberbot.gov.in സന്ദർശിക്കുക. കാർഷിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.